നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ബേസിക്കാണ്. 80% വേർഡ്സും അല്ലെങ്കിൽ 80% സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. നമ്മളൊന്നും പുറത്തുനിന്ന് എടുത്ത് പഠിക്കുന്ന സാധനങ്ങളല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും നാൾ സംസാരിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. അത് ആദ്യം മുതൽ കേൾക്കുന്ന കാര്യങ്ങൾ അതേപോലെ റിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ, നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിൽ നമ്മളിത് പഠിക്കുന്നതും വേസ്റ്റായി പോകും. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. കാരണം എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന ഒരേ സിസ്റ്റം തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ. അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്ന നേരത്ത് എന്താണോ പറയുന്നത് അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ മടി കൂടാതെ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ബ്രെയിനകത്ത് അത് സ്റ്റോർഡ് ആവുകയും അത് പുറത്തേക്ക് വരാനായിട്ട് നമ്മുടെ ഓറൽ പ്രാക്ടീസ് കൂടെ വേണം. ഇത്രയും ഓർഗൻസുകൾക്ക് അതിനുള്ള കപ്പാസിറ്റിയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ മതിയാവും. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. ഓക്കെ, നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ബേസിക്കിലായിട്ടാണ്. ബേസിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിന് ഡിറ്റക്ട് ചെയ്യുന്ന 2 കളറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ കളറുകൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ബ്രെയിന് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കളറുകൾക്കാണ്, അട്രാക്റ്റീവ് കളറുകൾക്കാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പണ്ട് തൊട്ട് കേൾക്കാൻ തുടങ്ങിയാണല്ലോ, ഒരാളെ ഉള്ളൂ എങ്കിൽ അത് സിംഗുലറായിട്ടും 2 പേരുണ്ടെങ്കിൽ പ്ലൂറൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരാൾ എന്ന് പറയുന്നത് ഗ്രീൻ കളറിലായിട്ടും 2 പേരിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് കളറിലായിട്ട് ഇവരെ മാർക്ക് ചെയ്ത് മാറ്റിയിരിക്കുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത സംസാരിക്കാനുള്ളത്, നമ്മൾക്ക് സംസാരിക്കാനുള്ള ആൾക്കാർ ആരൊക്കെയുണ്ട്, ഇവരുടെ പേരുകൾ എന്താണ്, ഇവരുടെ മലയാളം എന്താണ്. ഞാൻ പറഞ്ഞു തരുന്ന കാര്യം അതേപോലെ എനിക്ക് റിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബ്രെയിനകത്തത് സേവ് ആവുള്ളൂ. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യണേ. ഞാൻ, യു നീ, ദേ അവർ, വി നമ്മൾ, ഷീ അവൾ, ഹി അവൻ, ഇറ്റ് ഇത്, ബുക്സ് പുസ്തകങ്ങൾ, മാക്കാൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പേരാണ്. ഏത് വ്യക്തിയുടെ പേര് വേണമെങ്കിലും അവിടെ ഇടാം. നമ്മൾ മാക്കാൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ബ്രദേഴ്സ് സഹോദരങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ലെവലിൽ നമുക്ക് സെക്കൻഡറി കുറേ ആൾക്കാരെ നമുക്കറിയാൻ പറ്റും. എന്തൊക്കെയാണ് സെക്കൻഡറി ആൾക്കാർ, തേർഡ് ആൾക്കാർ. ഇവർക്ക് എന്താണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്? ഇവർക്കൊരു മലയാളമുണ്ട്. ഞാൻ, മൈ എൻ്റെ, മീ എനിക്ക് എന്നെ എന്നോട്, യു നിങ്ങൾ, യുവർ നിങ്ങളുടെ, യു നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളോട്. എൻ്റെ കൂട്ടത്തിൽ പറയണം കേട്ടോ. ദേ അവർ, ദേർ അവരുടെ, ദം അവർക്ക് അവരെ അവരോട്, വി നമ്മൾ അവർ നമ്മളുടെ, അസ് നമുക്ക് നമ്മളെ നമ്മളോട്. എൻ്റെ കൂടെ ഫോളോ ചെയ്യണേ പ്ലീസ്. ഷീ അവൾ, ഹെർ അവളുടെ, ഹെർ അവൾക്ക് അവളെ അവളോട്, ഹി അവൻ, ഹിസ് അവൻ്റെ, ഹിം അവന് അവനെ അവനോട്, ഇറ്റ് ഇത്, ഇറ്റ്സ് ഇതിൻ്റെ, ഇറ്റ് ഇതിന് ഇതിനെ ഇതിനോട്. ഇറ്റിന് ശേഷം ഒരു അപ്പോസ്ട്രോഫി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നൗൺ കളക്റ്റീവിലെ ബുക്സ് പുസ്തകങ്ങൾ, ബുക്സിന് ശേഷം നമ്മൾ അപ്പോസ്ട്രോഫി ഇട്ടിരിക്കുന്ന എസ്സിന് ശേഷമാണ്. അതിൻ്റെ ഉദ്ദേശം പ്ലൂറൽ അവസാനിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷം അപ്പോസ്ട്രോഫി ഇട്ടാൽ മതിയാവും. ബുക്സുകളുടെ, ബുക്സ് ബുക്സുകൾക്ക്, ബുക്സുകളെ ബുക്സുകളോട്, മാക്കാൻ മാക്കാൻ, മാക്കാൻസ് മാക്കാൻ്റെ, മാക്കാൻ മാക്കാന് മാക്കാനെ മാക്കാനോട്. ബ്രദേഴ്സ് 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 സഹോദരങ്ങളുടെ, ബ്രദേഴ്സ് സഹോദരങ്ങൾക്ക് സഹോദരങ്ങളെ സഹോദരങ്ങളോട്. എൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുമ്പോൾ ഫോളോ അപ്പ് ചെയ്യണേ, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഓറൽ പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയാണേ. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ. ആദ്യത്തെ ആൾക്കാർ ലാസ്റ്റ് ആൾക്കാർ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട്. ആദ്യത്തെ ആൾക്കാർ ഐ റോട്ട് എ ലെറ്റർ ഫോർ മീ എന്ന് പറയാനായിട്ട് ലാസ്റ്റ് വരാനായിട്ടാണ് ഈ ലാസ്റ്റത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ആൾക്കാർ ആദ്യത്തെ സെഗ്മെൻറ്റ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. എങ്കിൽ ഇറ്റിന് ശേഷമുള്ള ആൾക്കാരെല്ലാം 2 സൈഡിലായിട്ട് ഉപയോഗിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ രണ്ടാമത്തെ നടുക്ക് കിടക്കുന്ന ആൾക്കാർക്ക് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. ഇവരൊരു മീഡിയേറ്ററാണ്. ഇവർക്ക് ശേഷം വരുന്നവരാരാണോ അവർക്കാണ് ഇമ്പോർട്ടൻ്റ് വരുന്നത്. അതായത് മൈ ബ്രദർ അല്ലെങ്കിൽ മൈ ഫാദർ, എൻ്റെ അച്ഛൻ,
അച്ഛനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. യുവർ സിസ്റ്റർ, നിൻ്റെ സഹോദരി, അവിടെ സഹോദരിക്കാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ദെയർ കാർ, അവരുടെ കാറിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അവർ കുക്ക്, നമ്മുടെ കുക്കിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഹെർ നെയ്ബർ, അവളുടെ അയൽവാസി, അവളുടെ അയൽവാസിക്കാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ബാക്കിയുള്ളതൊന്ന് വായിച്ചു നോക്കുക. അങ്ങനെയെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ നേരത്തെ കാണേണ്ടത് എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്ക്, എൻ്റെ കൂട്ടുകാരൻ്റെ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? മൈ ഫ്രണ്ട് സിസ്റ്റർ, എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ എന്ന് പറയും, സിസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ അവിടെ എത്ര പേരുണ്ടോ അവർക്കാണ് അവിടെ ഇമ്പോർട്ടൻ്റ് വരുന്നത്. അപ്പോൾ താഴേക്കുള്ളത് മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്, ബേസിക്കിൻ്റെ ഫസ്റ്റ് ലെവലിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിക്കോളുക. ഇതിൽ കുറേ സിംഗുലേഴ്സ്, കുറേ പ്ലൂറൽസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുക. നമ്മൾ ഓരോ കാര്യങ്ങളും, എൻ്റെ അച്ഛൻ്റെ വീട്, മൈ ഫാദേഴ്സ് ഹൗസും, എൻ്റെ അമ്മയുടെ കാറുകൾ, മൈ മദർ, അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ കാറുകൾ, യുവർ മദേഴ്സ് കാസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യം ഇത് വായിക്കുക. വായിച്ചിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് വായിച്ച് പോസ്റ്റ് ചെയ്യണേ. നമ്മൾ നേരത്തെ പറഞ്ഞു 3 സെഗ്മെൻറ്റിൽ ആൾക്കാരുണ്ട്, അതിൽ 3 പേരെ നമ്മൾ പരിചയപ്പെട്ടു. ഇതിൽ നടുക്ക് കിടക്കുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും? ഇവരെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 സൈഡിലായിട്ട് മാറും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇറ്റ് ആദ്യത്തെ സെഗ്മെൻറ്റിൽ ഉപയോഗിക്കും, രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ ഉപയോഗിക്കും. സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കും, ഒബ്ജക്റ്റായിട്ട് ഉപയോഗിക്കും. അതേപോലെ തന്നെ ഇവരെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? 2 സൈഡിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇതും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഓർത്ത് കൊള്ളുക. ഈ വേർഡ്സുകളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഈ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് മനസ്സിലാവാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക. അതേപോലെ തന്നെ അടുത്ത ദിവസം നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിനേക്കാട്ടിൽ മുമ്പ് ഈ വീഡിയോ ഒന്ന് 2 മിനിറ്റ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കേട്ടതിന് ശേഷം ഒന്ന് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇത് പതിഞ്ഞിരിക്കാനായിട്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഇത് എൻട്രി ആവാനായിട്ടൊരു ചാൻസസ് ഉണ്ട്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ, നെക്സ്റ്റ് പ്രാക്ടീസ് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അതും ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കേൾവിക്കാരായിട്ട് മാത്രം ഇരിക്കരുത്. കേൾക്കുകയും തിരിച്ച് പറയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ബ്രെയിൻ അത് ഏറ്റെടുക്കുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ.